നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിൻ്റെ ഫൈനലിൽ അർജൻറ്റീനയെ തോൽപ്പിച്ച് സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുമ്പോൾ എക്കാലത്തെയും ഗോട്ട് എന്നറിയപ്പെടുന്ന ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നറിയപ്പെടുന്ന അർജൻറ്റീനിയൻ ഇതിഹാസം ലയണൽ മെസ്സിയെ എപ്രകാരമാണ് സ്പെയിൻ ഒതുക്കി നിർത്തിയത് എന്നുള്ളത് അനങ്ങാൻ വിട്ടില്ല. മെസ്സിയെ തീർത്തു ഉറക്കിക്കളഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായത്. മെസ്സിയിലേക്ക് ഒരൊറ്റ പന്ത് പോലും വരുന്നില്ലെന്ന് അവർ ഉറപ്പുവരുത്തി. മെസ്സിയിലേക്കുള്ള ബോൾ സപ്ലൈ പൂർണ്ണമായും കട്ട് ചെയ്ത് കളഞ്ഞു സ്പെയിൻ. മെസ്സിയെ അങ്ങ് കുറേ ആളുകളെ കൊണ്ട് മാർക്ക് ചെയ്യലല്ല അവർ ചെയ്തത്. അതിനു പകരം മെസ്സിക്ക് പന്ത് കിട്ടാതിരിക്കാനുള്ള എല്ലാ വഴികളും അവർ കൃത്യമായിട്ട് അടച്ചു. അത് കൃത്യമായിട്ട് മെസ്സിയെ ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്തത് സ്പെയിനാണ് ഈ ലോകകപ്പിൽ. അക്കാര്യം യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് എളുപ്പത്തിൽ ലോക കിരീടം നേടാൻ കഴിഞ്ഞത്. ആ മെസ്സിയെ അഴിച്ചുവിട്ടിരുന്നെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയേനെ സ്പെയിൻ. ഒരുപക്ഷെ ഫലം തന്നെ മറിച്ചായേനെ. പക്ഷേ അവർ ബുദ്ധിപൂർവ്വം എന്താണോ മെസ്സിക്കെതിരെ ചെയ്യേണ്ടത് അത് ചെയ്തു. മറ്റു പല ടീമുകളും 4-5 ആളുകളെ മെസ്സിക്ക് പിന്നാലെ പറഞ്ഞു വിട്ട് ഒരു കാര്യമില്ലാതെ മെസ്സിയുടെ കളി കളിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് സ്പേസ് ഓപ്പണായി കിട്ടും, അവർ ഗോൾ അടിക്കുകയും ചെയ്യും. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് ചെയ്തത് മെസ്സിയെ സാധാരണ ഒരു കളിക്കാരനെ പോലെ മാർക്ക് ചെയ്യുകയും ഒപ്പം മെസ്സിയിലേക്ക് ഒരു പന്തും എത്താതിരിക്കാൻ മെസ്സിയിലേക്കുള്ള ബോൾ സപ്ലൈ പൂർണ്ണമായും കട്ട് ചെയ്യുകയും ചെയ്യാണ് സ്പെയിൻ ചെയ്തത്. തീർച്ചയായിട്ടും അവർ അതിൽ വലിയ ഫലപ്രാപ്തി കണ്ടു എന്ന് മാത്രമല്ല, അവർ ലോക ചാമ്പ്യന്മാരായി. മെസ്സി അടക്കി നിർത്തുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഈ കളിയിൽ പൂർണ്ണമായും മെസ്സി നിശബ്ദനായിരുന്നു, അടക്കി നിർത്തപ്പെട്ടു, അനങ്ങാൻ വിട്ടില്ല. അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും കെട്ടിയിട്ട് കളഞ്ഞു സ്പെയിൻ. കാരണം പന്ത് കിട്ടാതെ കളിക്കാൻ കഴിയില്ലോ. ആ പന്ത് മെസ്സിയിലേക്ക് എത്തുന്നില്ല എന്ന് സ്പെയിൻ ഉറപ്പുവരുത്തി. അത് തന്നെയാണ് അവർ ലോക ചാമ്പ്യന്മാരാകാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. ഒന്നാമത്തെ കാരണം മെസ്സിയെ ഒതുക്കി നിർത്തിയത് തന്നെയാണ്.